നിങ്ങൾ ഒരു വർക്കൗട്ടും ചെയ്യാതെ ഈസി ആയിട്ട് ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? യോഗയും സൂംബയും ചെയ്ത് മുന്നോട്ട് പോവുക. അതെന്ത് ചെയ്യണമെന്നറിയോ? അതിന്റെ കൂട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ എടുക്കുക. ഇപ്പൊ സ്റ്റാറിന്റെ ഒക്കെ നല്ല ഓഫർ ഉണ്ട്. നിങ്ങൾ ഇത് ചെയ്തിട്ട് യോഗ ചെയ്തിട്ട് നാളെ ഹോസ്പിറ്റലിൽ കിടക്കാൻ നേരത്തെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്തോളൂ. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്റെ മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യോഗയിൽ 50% മേലുള്ള മൂവ്മെന്റ് ആവശ്യമില്ലാത്ത ഇഞ്ചുറി പറ്റുന്ന മൂവ്മെന്റ്സ് ആണ്. അവിടെ നോക്കിയോ, ഏകപട സർവാംഗാസന, ഹലാസന, പിന്നെന്താ കർണപിടാസന. ഇതെന്തിൻ്റെയൊക്കെ ആവശ്യം? ഇത് നമ്മുടെ സെർവിക്കൽ സ്പൈനെ ഡാമേജ് ആക്കുന്നതല്ലാതെ യാതൊരു കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ചെയ്ത് നിങ്ങൾ അവസാനം സമാധി ആവുന്നതല്ലാതെ പ്രയോജനങ്ങളൊന്നുമില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓർത്തോ ഡോക്ടറിനോടോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോ ഡോക്ടറിനോടോ ചോദിച്ചാൽ മതി, ഒരു ദിവസം യോഗ ചെയ്ത് എത്ര പേര് ഇഞ്ചേർഡ് ആകുന്നുണ്ട്, എത്ര പേര് കിടപ്പിലാവുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗാചാര്യന്മാർ വരെ ഇപ്പം വീൽ ചെയറിലും ബെഡിലുമാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് അനാവശ്യമായിട്ടുള്ള ഈ മൂവ്മെന്റ് സെർവിക്കൽ സ്പൈനെ ഡാമേജ് ആക്കുന്നതല്ലാതെ ഈ മൂവ്മെന്റ് കൊണ്ട് യാതൊരുവിധ പ്രയോജനങ്ങളുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ്. പ്രായം കൂടുന്തോറും നിങ്ങൾക്ക് ആദ്യം വരുന്ന അസുഖം എന്താണെന്നറിയാമോ? സാർക്കോപീനിയ. അത് മസിൽ ലോസ് ആണ് ഉണ്ടാവുന്നത്. അതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്? സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റായിട്ട് ചെയ്ത്, പുരുഷന്മാരാണേലും സ്ത്രീകളാണേലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം എന്ന് നിങ്ങളോട് മസ്റ്റായിട്ട് എത്ര നാളുകൊണ്ട് പറയുകയാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? 40% പോലും ആളുകളും ചെയ്യുന്നില്ല. ഓക്കെ, എനിക്കെന്തോ നിങ്ങൾ സത്ത് പോയിടും, അவ்வளோதான்.